ശ്രീ ഗണപതായ നമ. അവിഘ്നമസ്തു. ഓം ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. വിവാഹ സംബന്ധമായ വിഷയങ്ങൾ അവതരിപ്പിച്ചതിൽ പൊരുത്ത ചിന്തയിലെ പാപസാമ്യ ചിന്തയിൽ രാഹു അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ദോഷങ്ങളും അവയ്ക്ക് വേണ്ട പരിഹാരങ്ങളും എന്തെന്ന് നോക്കാം. അതിനുവേണ്ടി രാഹുവിൻ്റെ കാരകധർമ്മങ്ങൾ എന്തെന്ന് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സർപ്പങ്ങൾ, സർപ്പദോഷം, ത്വക് രോഗങ്ങൾ, ധൈര്യം, അന്യഭാഷാജ്ഞാനം, സാഹസികത്വം, വിഷം, മ്ലേച്ഛന്മാർ, കള്ളന്മാർ, ശ്മശാനം, ആകസ്മിക സംഭവങ്ങൾ, അപകടങ്ങൾ, കറുപ്പ്, ഇരുമ്പ്, ത്വക്ക്, വിദേശവാസം, ദുർമരണം, മൺപുറ്റ്, ചണ്ടാലർ, കാട്, അപസ്മാരം, കോളറ, കുഷ്ഠം, ഭൂതബാധ, വധശിക്ഷ, ബന്ധനം, ഭിക്ഷാടനം, ശരീരത്തിലെ അടയാളങ്ങൾ, അമ്മയുടെ അച്ഛൻ, പേരും പ്രശസ്തിയും, വിഷം തീണ്ടൽ, അച്ഛൻ്റെ അച്ഛൻ, ആപത്തുകൾ, കഷ്ടപ്പാട്, രഹസ്യബന്ധങ്ങൾ, പ്രണയം എന്നിവയുടെയൊക്കെ കാരകത്വമാണ് രാഹുവിനുള്ളത്. ജാതകത്തിൽ രാഹു ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെയുള്ള വ്യക്തി അമിതവും അകാരണവുമായ ഭയം, ഉത്കണ്ഠ, മതിഭ്രമങ്ങൾ എന്നിവ ഉള്ളവരായിരിക്കും. ഇവർ പെട്ടെന്ന് വികാരഭരിതരാവുന്ന പ്രകൃതക്കാരായിരിക്കും. ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാറുള്ള ഇവർ ഭ്രമാത്മകവും അസാധാരണവുമായ മനോവ്യാപാരങ്ങൾക്ക് അടിമകളായിരിക്കും. താൻ ആരെന്നോ തൻ്റെ കഴിവുകൾ എന്തെന്നോ തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഇവർ അയഥാർത്ഥ സങ്കല്പങ്ങളുടെ മായാവലയത്തിൽപ്പെട്ട് യഥാർത്ഥ ജീവിതത്തിൽ പരാജിതരാകുന്നു. കുറച്ചു മാത്രം സുഹൃത്തുക്കൾ ഉള്ള ഇവർ സമയത്തിൻ്റെ വിലയെക്കുറിച്ച്, ജീവിതത്തിൽ നല്ല കാലം പൊയ്പോകുന്നതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കില്ല. നീച സ്ത്രീകളുമായി രഹസ്യബന്ധങ്ങൾ, നീചജനങ്ങളുമായി സഹവാസം, മല, കാട്, ഗുഹകൾ തുടങ്ങിയവയിൽ ഏകാന്തവാസം നടത്തുവാനുള്ള ആഗ്രഹം, കുനിഞ്ഞു നോക്കി നടക്കുന്ന സ്വഭാവം, അസത്യഭാഷണ സ്വഭാവം, സംസാരത്തിൽ അന്യഭാഷകൾ ഉപയോഗിക്കുന്ന സ്വഭാവം തുടങ്ങിയവ രാഹു അനിഷ്ടരായ ജാതകർക്ക് കാണാവുന്ന സവിശേഷതകളാണ്. ഇവർക്ക് ജീവിതത്തിൽ പലപ്പോഴും വിഷബാധകൾക്ക് വിധേയരാകേണ്ടി വന്നിരിക്കും. ദോഷകാഠിന്യമനുസരിച്ച് സർപ്പവിഷം, എട്ടുകാലി വിഷം, കൈവിഷം, ഭക്ഷ്യവിഷം ഇങ്ങനെ എന്തുമാകാം. പൊതുവെ ത്വക്ക് രോഗങ്ങളും ഇവർക്കുണ്ടായിരിക്കും. പിശാചുപീഡ, സർപ്പപീഡ, ബാലഗ്രഹപീഡ, പ്രേതബാധ ഇവയൊക്കെ രാഹു അനിഷ്ടരായവർക്കുണ്ടാകുമെന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത്. അത്യധികം വിക്ഷോഭങ്ങൾക്ക് സാധ്യതയുള്ളതും നിയന്ത്രണങ്ങൾക്ക് കീഴ്പ്പെടാത്തതുമായ മാനസിക വ്യാപാരങ്ങളായിരിക്കും ഇവർക്കുള്ളത്. അതിൻ്റെ പ്രതീകാത്മകമായ പേരുകളാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാഹു വിവാഹ സംബന്ധമായ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ അവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പൊരുത്ത വിഷയത്തിൽ എങ്ങനെ യോജിപ്പിക്കണമെന്നും ഒക്കെ നമുക്കൊന്ന് നോക്കാം. രാഹുകേതുക്കളെ ചിന്തിക്കുമ്പോൾ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവ എന്തെന്നാൽ, രാഹുവിനും കേതുവിനും രാശികളുടെയോ ഭാവങ്ങളുടെയോ ആധിപത്യമില്ലാത്തതിനാൽ മറ്റ് ഗ്രഹങ്ങളെപ്പോലെ ഭാവാധിപത്യ ഫലങ്ങൾ നൽകുവാൻ അവയ്ക്ക് കഴിവില്ല. എന്നാൽ രാഹുകേതുക്കൾ അവ നിൽക്കുന്ന രാശിയുടെ അധിപൻ്റെ രാശ്യാധിപ ഫലം നൽകുന്നു. ഇവ യോഗം ചെയ്ത ഗ്രഹങ്ങളുടെ ഫലവും നൽകുന്നു. രാഹുകേതുക്കൾ ഏത് ഗ്രഹങ്ങളോട് യോഗം ചെയ്ത് ഏത് രാശിയിൽ നിൽക്കുന്നുവോ ആ ഗ്രഹം ആ രാശിയിൽ നിന്നാലുള്ള ഫലവും നൽകുന്നു. രാഹുകേതുക്കളെ ഏതെല്ലാം ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുവോ ആ ഗ്രഹങ്ങളുടെ രാശ്യാധിപ ഭാവഫലങ്ങളും നൽകുന്നു. രാഹുകേതുക്കളുടെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാരകത്വ ഫലങ്ങളും അതാത് അപഹാര ഛിദ്രകാലങ്ങളിൽ നൽകുന്നു. ഈ വിധം രാഹുകേതുക്കൾ അവ നിൽക്കുന്ന രാശിയുടെ അധിപൻ, യോഗം ചെയ്തവൻ, ദൃഷ്ടി ചെയ്തവൻ എന്നിവയിൽ ബലവാനായ ഗ്രഹത്തിൻ്റെ ഫലം നന്നായി നൽകുന്നു. പാപന്മാരോട് സംബന്ധമുള്ള രാഹുകേതുക്കളും പാപന്മാരാകും. ശുഭന്മാരോട് യോഗം ചെയ്ത രാഹുകേതുക്കൾ ശുഭന്മാരുമാകുന്നു. യദ്യത് ഭാവഗതോ വാപി യദ്യത് ഭാവേശ സംയുതോ തത്തത് ഫലാനി പ്രബലോ പ്രതിഷേധാം തമോഗ്രഹോ. ജാതകചന്ദ്രികയിൽ നിന്നുമാണ്. ഏതേത് ഭാവങ്ങളിൽ നിൽക്കുന്നുവോ, ഏതേത് ഭാവാധിപന്മാരോട് യോഗം ചെയ്യുന്നുവോ അവയുടെ ഫലം പ്രബലന്മാരായ തമോഗ്രഹങ്ങൾക്ക് പറയണം എന്നാണ്.
3, 6, 11 ഭാവാധിപന്മാർ, അഷ്ടമാധിപൻ, കേന്ദ്രാധിപന്മാരായ ശുഭന്മാർ, ഇവരോട് യോഗം ചെയ്ത 2, 12 ഭാവാധിപന്മാർ എന്നിവരെല്ലാം പാപന്മാരാണല്ലോ. കേന്ദ്രാധിപന്മാരായ പാപന്മാർ, ത്രികോണങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹങ്ങൾ, ഇവരോട് ബന്ധമുള്ള 2, 12 ഭാവാധിപന്മാർ എന്നിവരെല്ലാം ശുഭന്മാരും. ശുഭനോട് യോഗം ചെയ്താൽ ശുഭനാകും, പാപനോടായാൽ പാപനും. കർക്കടകരാശി രത്നമായി 4-ൽ തുലാത്തിൽ രാഹുവും 4-ാം ഭാവാധിപനായ ശുക്രൻ 10-ലും നിൽക്കുന്നെന്ന് വിചാരിക്കുക. ശുക്രൻ്റെ ദൃഷ്ടിയിലാണ് രാഹു. എന്നാൽ ആ രാഹു 4-ാം ഭാവാധിപതിയായ ശുക്രൻ 4-ാം ഭാവത്തിന് ചെയ്യുന്ന ശുഭഫലം നൽകും, 10-ാം ഭാവത്തിന് ചെയ്യുന്ന ദോഷഫലവും നൽകും. 4-ാം ഭാവാധിപത്യം മൂലം കേന്ദ്രാധിപത്യ ദോഷം വഹിച്ച ശുക്രൻ 10-ാം ഭാവത്തിന് ദോഷം ചെയ്യുന്നതിനാൽ രാഹുവും ഈ വിധം ദോഷഫലം നൽകും. രാഹുവിനെ യോഗകാരകനായ കുജൻ നോക്കിയാൽ രാഹു യോഗകാരകനാകും. മറ്റ് പാപബന്ധങ്ങൾ പാടില്ല. മാരക സംബന്ധത്താൽ രാഹുകേതുക്കളും മാരകന്മാരായി തീരുന്നു. കർക്കടക ലഗ്നത്തിന് ധനുവിൽ നിൽക്കുന്ന രാഹുവിനെ ശനി മീനത്തിൽ നിന്ന് നോക്കിയാൽ വ്യാഴം, ശനി എന്നിവരുടെ ഭാവങ്ങളായ 6, 9, 7, 8 ഭാവങ്ങളുടെയും വ്യാഴം നിൽക്കുന്ന രാശിയുടെയും ശനി നിൽക്കുന്ന രാശിയുടെയും ഫലം രാഹു നൽകുന്നു. ശനി തുലാത്തിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ 11-ാം ഭാവം ഇടവത്തിൻ്റെ ശുക്രൻ്റെയും കൂടി ഫലം നൽകുന്നു. ശുക്രൻ, ശനി എന്നിവരുടെ ദോഷഫലങ്ങളും വ്യാഴത്തിൻ്റെ ശുഭഫലവും നൽകുമെന്ന് സാരം. രാഹുവിന് യോഗമുള്ള ഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഭാവാധിപത്യ ഫലവും രാഹു നൽകും. ഏറ്റവും വിശേഷമുള്ള ഒരു കാര്യം, രാഹുകേതുക്കൾ നിൽക്കുന്ന രാശികളുടെ അധിപന്മാരും രാഹുകേതുക്കളെ പോലെ പ്രവർത്തിച്ച് കാര്യങ്ങളെ നശിപ്പിക്കുകയോ ഭിന്നിപ്പിക്കുകയോ അറുത്തുമുറിക്കുകയോ വൈകല്യപ്പെടുത്തുകയോ ചെയ്യുന്നു. രാഹുസ്ഥിത രാശ്യാധിപൻ 4-ൽ നിന്നാൽ അമ്മയെയോ ദേശത്തെയോ ബന്ധുക്കളെയോ അകറ്റുന്നു, അല്ലെങ്കിൽ ജാതൻ അവയെ ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്നു. ഇവയൊക്കെ മനസ്സിൽ വെച്ച് വേണം രാഹു വിവാഹ സംബന്ധങ്ങളായ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകങ്ങളെ പൊരുത്തപ്പെടുത്തുവാൻ. രാഹു സ്ത്രീ ജാതകത്തിൽ 7-ൽ നിന്നാൽ തറവാടിന് മാനക്കേടുണ്ടാക്കും. പുരുഷനാണെങ്കിൽ പാരമ്പര്യത്തിൽ നിന്നും മാറിയ ചിന്താഗതിയായിരിക്കും. ജാതിയോ സമുദായമോ മാറിയോ വിദേശത്ത് നിന്നോ വിവാഹം കഴിക്കുകയോ ബന്ധമുണ്ടാവുകയോ ചെയ്യും. ഭാര്യയ്ക്ക് ഗർഭാശയ രോഗങ്ങൾ വന്നേക്കും. നല്ല ഭക്ഷണം കഴിക്കും. വലിയ ചെലവ് വരുന്ന ജീവിത രീതിയായിരിക്കും. ചിലപ്പോൾ പ്രമേഹ രോഗം ഉണ്ടാകും. തിരിച്ചറിയാൻ പറ്റാത്ത രോഗങ്ങളും ഉണ്ടായേക്കാം. ഇനി രാഹു 8-ാം ഭാവാധിപനും 8-ാം ഭാവത്തിനും യോഗദൃഷ്ടികൾ ഉണ്ടെങ്കിൽ സമൂഹം അംഗീകരിക്കാത്ത വിവാഹമുണ്ടാകും. 7-ാം ഭാവത്തിൽ പാപന്മാർ നിൽക്കുമ്പോൾ ശുക്രന് രാഹുയോഗം വന്നാലും അന്യമതത്തിൽ നിന്ന് വിവാഹമാകും. നവാംശചക്രത്തിലോ ലഗ്നത്തിലോ ചന്ദ്രനിലോ 8-ാം ഭാവത്തിന് രാഹുവിൻ്റെ സ്ഥിതി ഉണ്ടെങ്കിൽ അന്യജാതിയിൽ നിന്ന് വിവാഹം നടന്നേക്കാം. ഇങ്ങനെ രാഹു അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുമ്പോൾ എന്തെല്ലാമാണ് ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. രാഹുവിനെ പ്രീതിപ്പെടുത്തുക തന്നെയാണ് ഏറ്റവും നല്ല പരിഹാര മാർഗം. പിന്നെ ജാതകപൊരുത്ത ചിന്തയിൽ രാഹു നിൽക്കുന്ന ഭാവത്തിന് തുല്യമായ പാപസാമ്യം മറ്റേ ജാതകത്തിലും വേണം എന്നുള്ളതും അറിഞ്ഞിരിക്കണം. പിന്നെ ഇനി ഔഷധ സ്നാനമുണ്ട് രാഹുവിനെ പ്രീതിപ്പെടുത്തുവാൻ. ഗജമതം, പാച്ചോറ്റി, എള്ളുചെടിയുടെ ഇല, മുത്തങ്ങ, കസ്തൂരി, കൂവളക്കായ, ഹരിതാരം, മനയോല, ഗുദ്ഗുലു, ഇരിവേരി തുടങ്ങിയവ ഇട്ട് തിളപ്പിച്ച ജലത്തിൽ സ്നാനം ചെയ്യാം. പിന്നെ വസ്ത്രധാരണവുമുണ്ട്. രാഹുവിന് കറുത്ത വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. പുഷ്പധാരണം പറയുകയാണെങ്കിൽ നീല ശംഖുപുഷ്പം, നീലച്ചെമ്പരത്തി തുടങ്ങിയ നീലയോ കറുപ്പോ കലർന്നതായ പുഷ്പങ്ങൾ രാഹു പ്രീതിക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ രത്നധാരണം എന്ന് ചിന്തിക്കുമ്പോൾ ഗോമേതകമാണ് രാഹുദോഷ ശാന്തിക്കായി ധരിക്കേണ്ട രത്നം. തേൻ നിറത്തിലും ഗോമൂത്രത്തിൻ്റെ നിറത്തിലും ഗോമേതകം കാണപ്പെടുന്നു. ഭൂത പ്രേത ബാധകൾ, ശത്രുദോഷം, സർപ്പദോഷം എന്നിവ പരിഹരിക്കുന്നതിനും ത്വക് രോഗശാന്തിക്കും ഗോമേതധാരണം നല്ലതാണ്.
ജാതകം വിശദമായി പരിശോധിച്ചിട്ട് വേണം ഗോമേതകം ധരിക്കുവാൻ. സ്വർണത്തിലോ വെള്ളിയിലോ ഗോമേതക മോതിരം തയ്യാറാക്കാം. പഞ്ചലോഹ നിർമ്മിത മോതിരത്തിലും ഗോമേതകം ഘടിപ്പിക്കുന്ന രീതിയുണ്ട്. വിധിപ്രകാരം തയ്യാറാക്കിയ മോതിരം തിരുവാതിര, ചോതി, ചതയം എന്നീ നക്ഷത്രങ്ങളിൽ പൂജ ചെയ്ത് ധരിക്കാം. നടുവിരലിലാണ് സാധാരണ ഗോമേതക മോതിരം ധരിക്കുക. ജാതകത്തിൽ രാഹു നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം സൂചിപ്പിക്കുന്ന വിരലിലും ധരിക്കാമെന്ന് പറയുന്നുണ്ട്. നമസ്തുഭ്യം 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 ഫണീശ്വര ത്വത്തേജ പരിപൂർണം തു രത്നം ഭവതു തത്പ്രഭോ ധാരായാമി മഹാരത്നം ത്വദീർയ പരിശോഭിതം പാപാനി മേ വിനശ്യന്തു സർപ്പേന്ദ്രായ നമോസ്തുതേ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് വേണം മോതിരം ധരിക്കാൻ. ഇനി രാഹുദോഷ ശാന്തിക്ക് ധരിക്കാവുന്ന പ്രധാന യന്ത്രങ്ങളിലൊന്ന് രാഹുയന്ത്രമാണ്. നാഗദൈവങ്ങളെ ഭക്തിപൂർവ്വം ധ്യാനിച്ചുകൊണ്ട് ഈ യന്ത്രം ധരിക്കാം എന്നും വിധിയുണ്ട്. പിന്നെ രാഹുവിന് ആധിപത്യമുള്ള ആഴ്ച ദിവസങ്ങളില്ല. അതിനാൽ ജാതകൻ ജന്മനക്ഷത്ര ദിവസം വിധിപ്രകാരം വ്രതമനുഷ്ഠിച്ച് നാഗാരാധന നടത്തുക, നാഗക്ഷേത്ര ദർശനം ചെയ്യുക, രാഹു പ്രീതികരങ്ങളായ മന്ത്രങ്ങൾ ജപിക്കുക തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് ഉത്തമം. തിരുവാതിര, ചോതി, ചതയം നക്ഷത്രങ്ങളിലും ഞായറാഴ്ചകളിലും വ്രതമനുഷ്ഠിക്കാവുന്നതാണ്. എന്തെന്നാൽ രാഹുവിൻ്റെ അതിദേവത നാഗങ്ങളാണ്, അതാണ് അത് പറയുന്നത്. പിന്നെ കറുത്ത പുഷ്പങ്ങൾ രാഹു പൂജയ്ക്ക് ഉപയോഗിക്കുന്നു. മുൻ പറഞ്ഞതുപോലെ രാഹു പ്രീതികരങ്ങളായ ദിവസങ്ങളിൽ പൂജ നടത്താവുന്നതാണ്. പിന്നെ ദാനം ചെയ്താലും രാഹുവിനെ പ്രീതിപ്പെടുത്താം. ഇരുമ്പ്, ഉഴുന്ന്, ഗോമേതകം, അശ്വം, നീലവസ്ത്രം, എള്ള്, ഇരുമ്പ് പാത്രത്തിൽ എള്ളെണ്ണ തുടങ്ങിയ വസ്തുക്കൾ രാഹു പ്രീതിക്കായിട്ട് ദാനം ചെയ്യാറുണ്ട്. പിന്നെ രാഹുവിൻ്റെ ധ്യാനങ്ങൾ അറിയാമല്ലോ. ഓം നീലവർണായ വിദ്മഹേ സംഹികേയായ ധീമഹി തന്നോ രാഹു പ്രചോദയാത് എന്ന രാഹുമന്ത്രം ജപിക്കാം. അതുപോലെ തന്നെ നാഗക്ഷേത്രങ്ങളിൽ ജന്മനക്ഷത്രം, ആയില്യം തുടങ്ങിയ ദിവസങ്ങളിൽ ദർശനം നടത്തുക. കുടുംബവുമായി ബന്ധപ്പെട്ട കാവുകളോ സർപ്പാരാധന സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ വിധിപ്രകാരം പൂജാതി കാര്യങ്ങൾ മുടക്കം വരാതെ നിർവഹിക്കുക എന്നിവയൊക്കെ പ്രധാനമാണ്. കേരളം നാഗാരാധനയ്ക്ക് അതിപ്രാചീന കാലം മുതൽ തന്നെ പ്രസിദ്ധമാണ്. നാഗങ്ങളെ വെച്ച് ആരാധിച്ചാൽ അവ മനുഷ്യരെ സംരക്ഷിക്കുമെന്ന് മലയാളികൾ വിശ്വസിക്കുന്നു. ഭൂമിയുടെ സംരക്ഷകരും കാവൽക്കാരുമായി സർപ്പങ്ങളെ കാവുകളിൽ ആരാധിച്ചിരുന്ന രീതിക്ക് ബുദ്ധമതത്തെക്കാളും ബ്രാഹ്മണരുടെ കുടിയേറ്റത്തെക്കാളും പഴക്കമുള്ളതായി ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഏറെ നാഗക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ നാഗക്ഷേത്രങ്ങളിൽ പ്രധാനമായി നാഗരാജാവ്, നാഗയക്ഷി, സർപ്പയക്ഷി, നാഗകന്യക, നാഗങ്ങൾ തുടങ്ങിയ ഭാവങ്ങളിൽ പ്രതിഷ്ഠകളുണ്ട്. നാഗവിഗ്രഹങ്ങൾ പൊതുവെ ശിലാനിർമ്മിതങ്ങളായിരിക്കും. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിന് സമീപമുള്ള മണ്ണാറശാല പ്രസിദ്ധമായ ഒരു നാഗാരാധനാ കേന്ദ്രമാണ്. മണ്ണാറശാല ഇല്ലത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ക്ഷേത്രം പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പരശുരാമന് വാസുകി പ്രത്യക്ഷമായ സ്ഥാനത്ത് പരശുരാമൻ തന്നെ മൂർത്തിത്രയരൂപിയായ വാസുകിയെ സർപ്പയക്ഷി, നാഗയക്ഷി എന്ന കളത്രങ്ങളോടും നാഗചാമുണ്ഡി എന്ന ഭഗിനിയോടും പരിവാരങ്ങളായ നാഗങ്ങളോടും കൂടി പ്രതിഷ്ഠിച്ചു. ഈ ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശം ഖാണ്ഡവ വനമായിരുന്നു എന്നൊരു ഐതിഹ്യവുമുണ്ട്. ഖാണ്ഡവ ദഹന സമയത്ത് വനത്തിലുണ്ടായിരുന്ന അസംഖ്യം സർപ്പങ്ങളെ ഇല്ലത്തെ അമ്മ ചുട്ടുപഴുത്ത മണ്ണിൽ വെള്ളം കോരിയൊഴിച്ച് രക്ഷിച്ചു എന്നും അങ്ങനെ ക്ഷേത്രത്തിനും ഇല്ലത്തിനും മണ്ണാറശാല എന്നു പേരുണ്ടായെന്നുമാണ് കഥ. അന്നു മുതലാണത്രേ ഇല്ലത്തമ്മ എന്ന സ്ഥാനം നിലവിൽ വന്നത്. ഇപ്പോൾ ഇല്ലത്തെ മൂപ്പുമുറയനുസരിച്ച് പ്രായമേറിയ അന്തർജനമാണ് ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾ നിർവഹിക്കുന്നത്. 40 വർഷം കൂടുമ്പോൾ നടക്കുന്ന സർപ്പം തുള്ളലും പാട്ടും ഇവിടെ അതിപ്രധാനമായ ഒരു മഹായജ്ഞമാണ്. ഇങ്ങനെയുള്ള ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ നാഗദോഷത്തിന് രാഹുദോഷത്തിന് നല്ലൊരു പരിഹാരം ആവും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെ 100 പാലും നേദിക്കുന്നു.
ദിവസവും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ ഈ പൂജ അവിടെ വഴിപാട് നടത്താം. സന്താന ലബ്ധിക്ക് വേണ്ടിയും ഇവിടെ ഉരുളി കമഴ്ത്തൽ എന്നൊരു പ്രസിദ്ധമായ വഴിപാടുണ്ട്. പിന്നെ കേരളത്തിലെ പ്രധാന നാഗാരാധനാ കേന്ദ്രമാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിലുള്ള വെട്ടിക്കോട്. സർപ്പക്കാവുകളുടെ മേൽക്കോയ്മ സ്ഥാനം വഹിക്കുന്നതിന് പരശുരാമൻ ചില ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. അതിലൊന്നാണ് വെട്ടിക്കോട്. പരശുരാമൻ മയനെ വരുത്തി വിഷ്ണുമൂർത്തിയായ അനന്തൻ്റെ നാഗരാജ രൂപത്തിലുള്ള വിഗ്രഹവും ജഗദംബികയായ ശ്രീദേവിയുടെ നാഗയക്ഷി രൂപത്തിലുള്ള വിഗ്രഹവും തീർപ്പിച്ചു എന്നാണ് വിശ്വാസം. അതിനുശേഷം തൻ്റെ ആയുധമായ മഴുകൊണ്ട് പരശുരാമൻ മണ്ണ് വെട്ടിക്കൂട്ടി പീഠങ്ങളുണ്ടാക്കി അവിടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു അത്രേ. പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം കുറിച്ചത് ബ്രഹ്മാവും ദാനം സ്വീകരിച്ചത് ശിവനുമാണെന്നാണ് വിശ്വാസം. അങ്ങനെ ത്രിമൂർത്തികളുടെയും ചൈതന്യം ഇവിടെ നിലനിൽക്കുന്നതായി ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. മേപ്പള്ളി ഇല്ലത്തിനാണ് വെട്ടിക്കോട്ട് ക്ഷേത്രത്തിൻ്റെ ഭരണ ചുമതല. കന്നിയിലെ ആയില്യമാണ് ഇവിടെ പ്രധാനം. വൈഷ്ണവ രീതിയിലുള്ള പൂജകളാണ് വെട്ടിക്കോട്ട് നടക്കുന്നത്. ഇനി വടക്ക് പാമ്പുമ്മേക്കാട്ട് മനയിലെ സർപ്പാരാധനയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അവിടെ ശൈവമൂർത്തിയായ വാസുകിയെയാണ് ആരാധിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ അത്തിപ്പറ്റമന, വൈക്കത്തെ നാഗമ്പൂഴിമന, ഉദയംപേരിനു സമീപമുള്ള ആമേടമില്ലം, കോളപ്പുറമില്ലം, നാട്ടാശ്ശേരിക്ക് സമീപമുള്ള പറമ്പൂർ മന, കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി, കാസർഗോഡ് ജില്ലയിലെ മന്ദനന്തേശ്വരം തുടങ്ങിയവയും നാഗാരാധനയ്ക്ക് പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളാണ്. ആലപ്പുഴ ജില്ലയിലെ വയലാറിന് സമീപമുള്ള തിരുനാഗംകുളങ്ങര ക്ഷേത്രം മറ്റൊരു നാഗക്ഷേത്രമാണ്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും നാഗയക്ഷിക്ക് ഭക്തജനങ്ങൾ പ്രാമുഖ്യം കൽപ്പിക്കുന്നു. തുലാമാസത്തിലെ ആയില്യമാണ് ഇവിടെ പ്രധാനം. സർപ്പബലി നടത്തുക, അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി പാലിൽ കലക്കിയ 100 പാലും നിവേദിക്കുക, ഉപ്പ്, മഞ്ഞൾ, സർപ്പവിഗ്രഹം, പുറ്റ്, മുട്ട തുടങ്ങിയവ നടക്കി വയ്ക്കുക, പാല്, ഇളനീര്, എണ്ണ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുക എന്നിവയൊക്കെ സർപ്പപ്രീതികരങ്ങളായ വഴിപാടുകളാണ്. സർപ്പപൂജകളുമായി ബന്ധപ്പെട്ട പാട്ടുകളും അനുഷ്ഠാന കലകളും ആരാധനപരങ്ങളായി അവതരിപ്പിച്ചു വരുന്നത് പുള്ളൂവർ എന്ന വിഭാഗക്കാരാണ്. പാട്ടും തുള്ളലും നടത്തുകയാണ് അവരുടെ കുലത്തൊഴിൽ. ഇവർ പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട് വിവിധ രൂപത്തിലുള്ള സർപ്പക്കളങ്ങൾ വരച്ച് പൂജിച്ച് വീണയും കുടവും ചേർത്ത് പാടി കുട്ടികളെ ഉറഞ്ഞു തുള്ളിച്ച് കൂക്കില കൊണ്ട് കളം മായ്ക്കുന്നു. നാഗക്ഷേത്രങ്ങളിലും പുള്ളുവൻ പാട്ട് വഴിപാടായി നടത്തുന്നത് പതിവുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് രാഹുവിനെ പ്രീതിപ്പെടുത്താം. കാരണം രാഹുവിൻ്റെ അതിദേവതയാണ് ഈ സർപ്പങ്ങൾ. രാഹു ജാതകത്തിൽ അനിഷ്ടസ്ഥിതനാണെങ്കിൽ ആ ദശാകാലത്തും ഈ സർപ്പഭജനം അത്യാവശ്യമാണ്. തറവാട്ടിലെ കാവുകളെ സംരക്ഷിക്കുക, അവിടെ പാരമ്പര്യമായി ആചരിച്ചു വരുന്ന കാര്യങ്ങൾ മുടങ്ങാതെ വിധിപ്രകാരം തുടരുക, സർപ്പബലി, സർപ്പപ്പാട്ട് തുടങ്ങിയവ നടത്തുക, സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നിവയൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് രാഹുവിനെയും പ്രീതിപ്പെടുത്തുവാൻ പറ്റുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് വിവാഹത്തിന് മുമ്പ് തന്നെ ജാതക പരിശോധന നടത്തി ജാതകത്തിൽ രാഹുവിന് ദോഷമുണ്ടെന്ന് കണ്ടാൽ വേണ്ട പരിഹാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് വന്നാൽ നല്ല പൊരുത്തമുള്ളൊരു ജാതകം വരികയും അങ്ങനെ നല്ലൊരു വിവാഹ ജീവിതം സാധ്യമാവുകയും ചെയ്യും. വിവാഹത്തിന് ശേഷവും രാഹു പ്രീതി വരുത്തിക്കൊള്ളുകയും വേണം. നന്ദി. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.